പാളിയ സ്പെഷ്യൽ ഹോം, അല്ലെങ്കിൽ ജയിൽ. രണ്ടായാലും നമുക്ക് കണക്കല്ലേ. പെടുകയാണെങ്കിൽ പെടട്ടെ. കുറെ കാശയിൽ വന്നിട്ട് വേണം ശരിക്കൊന്ന് വിലസാൻ. പടച്ചോനെ എല്ലാം നീ കാണിച്ചു തന്നെ. പിന്നെ പഠിച്ചോൻ്റെ പണിയതല്ലേ. മിണ്ടാതെ കിടന്ന് ഉറങ്ങി രണ്ടാൾ. ഇവന് വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം എല്ലാം പറഞ്ഞു പോരാട്ടാ, ഞാൻ വിളിക്കാം. ശരി എന്നാ വിട്ടോ. ബാലുവായിട്ട് അടിയുണ്ടാക്കിയ സംഭവത്തിന് ശേഷം ഞങ്ങൾ രാജുവായിട്ടുള്ള കൂട്ടൊഴിവാക്കി. അത് മാത്രമല്ല, തനിച്ചൊരു ഓപ്പറേഷനിലൂടെ കുറച്ച് കാശുണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകാനും തീരുമാനിച്ചു. പോലീസ് പോലീസ് തിരിച്ചോ. വളയ്ക്കോടാ, നോക്കണ്ട്. വിട്ടോ വിട്ടോ വിട്ടോ. നീ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. അത് പിടി. നീ ഇവിടെ ഒതുങ്ങി അവിടെ നിന്നോ. വാ. താക്കോലെടുക്ക്. അതല്ല, ആ തീരിൻ്റെ താക്കോലിട്ട് നോക്കി. മറ്റേ അത് തന്നെ. ഓക്കെ. അതെ, എന്താ ഈ വീട്ടിലാരെങ്കിലും ഉണ്ടാവോ? എടാ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ആളില്ല. ഇനി അവരെങ്ങാനും ഇന്ന് വന്നിട്ടുണ്ടെങ്കിലാ? മിണ്ടാതെ വാടാ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കയറിയാലോ? എനിക്ക് പേടിയായിട്ട് പാടില്ല. എടാ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ഇവിടെ വല്ലതും ഉണ്ടാവോ? അറിയില്ല, വാ നോക്കാം. നടക്ക്. മിണ്ടാരി. കൂട്ടിയിട്ടേക്കണെന്ന് എടാ, ഒന്ന് മിണ്ടാരിടാ. തുറക്ക്. നോക്ക്. നോക്കാം അവിടെ. വാ നോക്കാം. നോക്കട്ടെ. ഇവിടെ ഒന്നൊരു കോപ്പുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണത്. കയറിയത് വെറുതെ ആയോ? വല്ല ബാങ്കിലെ ATM കയറിയാൽ മതി. നമ്മളെ പറഞ്ഞല്ലേ. ചെല്ല്. ആ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിലാ? അറിയില്ല, വാ നോക്കാം. ഇതിൻ്റെ അകത്ത് നോക്കണോ? പൂട്ടിയിട്ടില്ല. ചിലപ്പം മറന്നതാണെങ്കിലോ, പറയാൻ പറ്റത്തില്ല. വാ.
എന്തുവാടാ നടക്ക് നോക്ക തുറക്കടാ, നീ നോക്കടാ. ആകെ ഇത്രയുള്ള ഇനി ഇതുവെല്ലാം കൊണ്ടുവരിക്കൂ. ഉണ്ടായിരടാ. പിടി, കൊച്ചാപ്പ പോലെ ബിസിനസ് തുടങ്ങാം. പോടാ നീ. എന്തൊക്കെ പാടുപെട്ടതാണ്. ഇതിലും ഭേദമല്ല തെണ്ടാൻ പോണത്. കോപ്പ് പണ്ടാറടങ്ങാൻ. എന്താ കട്ടിലാരായിട്ട് കിടപ്പട്ടെ. ഒരു ചായ കിട്ടുമായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് ദിവസമായി തുറന്നിട്ട്. പിള്ളേര് പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞല്ലേ? ഇയാൾക്ക് അവരറിയാം. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? സ്റ്റൗ കത്തുനിന്ന് വെള്ളം വെച്ചില്ല. ആ എന്നടാ ബേ പോരുന്നോ? ബാലവിലക്ക് കേസ് എടുക്കാം. ഞാൻ വരില്ലേ സാർ? ആ എന്നാ വേണ്ട. പാതിരക്ക് മുമ്പ് അങ്ങ് എത്താലോ അല്ലേ? ഇനിയിപ്പോൾ റോഡിൽ റഷ് കൂടും, പുറകെ തന്നെ ബ്ലോക്കും. സമയത്ത് എത്തുന്നവരും കഷ്ടമാണ് സാറേ. കൊന്നതാണല്ലേ? വെള്ളം എടുത്തുകൂടി. അശ്വതി ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് പോലീസ് ഫയലില്. അങ്ങനെ അല്ലാന്നറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. എങ്ങനെയാ വന്നത്? ദാ വെച്ചോ.
കുറെ നാളായി സാറേ ഈന്റെ വയ്യന്നിങ്ങനെ നടക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. വല്ലാത്ത കഷ്ടപ്പാടുണ്ടാ. നോക്കാം, ഒക്കെ ശരിയാവും. ധൈര്യമായിട്ട് വെക്കോ. നോക്കണ്ട, വോട്ടർ തന്നെയാ. മറ്റേ പയ്യനാ കോളനിന്ന്. ഹലോ, ആ ഞാൻ വിചാരിച്ചു മറന്നെന്ന്. ഞങ്ങൾ എത്തിയേക്കാം, പക്ഷെ ഇത്തിരി കഴിയും. ഇന്ന് കുറെ അധികം പേരുണ്ട്. വോട്ട് വാങ്ങിപ്പോയില്ലേ, ഇതുങ്ങളെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് വരാൻ പറ്റുമോ? ബേബി ചായനെ കൂട്ടി ഞാനങ്ങ് എത്തിയേക്കാം. ഓക്കെ.